Hello, Assalamualaikum. Welcome back. ഇന്ന് ഞാനൊരു കിടിലൻ ഐറ്റം ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നർ ആയിട്ടോ ഒക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണിത്. അപ്പോൾ ഇത് നമുക്ക് 5 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ തയ്യാറാക്കിയെടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോകുമ്പോഴായിട്ട് ആൻഡ്രോയിഡ് ഫോൺ യൂസ് ചെയ്യുന്നവർക്ക് ഒരു കിടിലൻ ആപ്പ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. ഷോർട്ട്കട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എളുപ്പത്തിൽ വീഡിയോ കണ്ടൻറ് ക്രിയേറ്റേഴ്സിനൊക്കെ ഇൻസ്റ്റാഗ്രാമിലായാലും ടിക്ടോക്കിലായാലും അതുപോലെ യൂട്യൂബിലായാലും ഏത് റേഷ്യോയിൽ വേണമെങ്കിലും വീഡിയോ ഒക്കെ ഈസി ആയിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പാണ്. പിന്നെ ഇതിൽ കുറേ വീഡിയോ എഫക്ട്സ് ഉണ്ട്. ഫ്രീ ആയിട്ട് നമുക്ക് മ്യൂസിക് ആഡ് ചെയ്യാം. അതുപോലെ വീഡിയോ റെക്കോർഡ് ചെയ്യാനും ഹൈ ക്വാളിറ്റി HD ക്വാളിറ്റിയിൽ തന്നെ ഷെയർ ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. പിന്നെ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് വാട്ടർമാർക്ക് ഇല്ലാതെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ആപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അത് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക. ഇനി നമുക്ക് ഈ ഒരു വിഭവം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് വേണ്ടത് ബ്രെഡാണ്. അപ്പോൾ ബ്രെഡിനെ നമുക്ക് ചെറിയ ക്യൂബ്സ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ 6 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. നമുക്ക് എത്രത്തോളം ചെറുതാക്കാൻ പറ്റുന്ന അത്രത്തോളം ചെറുതാക്കിയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ 3 വെച്ച് അങ്ങനെ 6 സ്ലൈസ് ബ്രെഡ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ബ്രെഡിൻ്റെ പുറമെ നമുക്കിതിലേക്ക് മെയിനായിട്ട് വേണ്ടത് മുട്ടയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു 6 സ്ലൈസ് ബ്രെഡിലേക്ക് 3 മുട്ടയാണ് എടുക്കുന്നത്. ആ ഒരു 3 മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മുട്ടയും ബ്രെഡും ആദ്യം ഇങ്ങനെ റെഡിയാക്കി വെച്ചതിന് ശേഷം ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് ഒരു സംഭവം മസാല റെഡിയാക്കി എടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ആ ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് 1 ടീസ്പൂണ് ഇഞ്ചി ചതച്ചതാണ്. ചെറിയൊരു പീസ് ഇഞ്ചി ചതച്ചെടുത്താൽ മതി. അത് ഏകദേശം 1 ടീസ്പൂൺ ഉണ്ടാവും. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ആ ഒരു വെളിച്ചെണ്ണയിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ റോസ് സ്മെല്ലൊന്ന് മാറുന്ന വരെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. പിന്നെ നമുക്കതിലേക്ക് വേണ്ടത് സവാളയാണ്. അപ്പോൾ ഞാൻ 2 വലിയ സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതാട്ടോ. നിങ്ങൾ ചോപ്പറിൽ ഇട്ടിട്ട് ചെയ്യാമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. അപ്പോൾ 2 എണ്ണം എടുക്കുക. എന്നാലും നല്ല ടേസ്റ്റി ആയിട്ട് നല്ല ഗ്രേവിയിൽ നമുക്ക് കിട്ടുള്ളൂ. പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പ്, ഒരുപാടൊന്നും വേണ്ട. നമ്മൾ ബ്രെഡ് ഉപ്പുള്ളതാണ്, അതുകൊണ്ട് ഒരുപാടൊന്നും ചേർക്കേണ്ട. കുറച്ച് ആ ഒരു സവാളയിലേക്കും ഈ തക്കാളിയിലേക്കും ഒക്കെ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്താൽ മതി. ഒരു തക്കാളി ഇതുപോലെ ചെറുതായിട്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ സവാള ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് തക്കാളി ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ടൊന്ന് അടച്ചു വെച്ചിട്ട് നല്ല തക്കാളിയൊക്കെ നന്നായിട്ട് കുക്കാകുന്ന വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. എന്നിട്ട് കുറച്ച് സമയം കഴിയുമ്പോഴേക്ക് തന്നെ തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ സോഫ്റ്റായിട്ട് ഉടച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്കും ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചേർക്കാം. മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കൻ മസാല ചേർത്താൽ ഒന്നുകൂടെ നല്ല സ്പെഷ്യൽ ടേസ്റ്റ് വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 1/4 ടീസ്പൂൺ, ഒരുപാടൊന്നും വേണ്ട, 1/4 ടീസ്പൂൺ മതി. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂണ് വലിയ ജീരകം പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു 1/4 ടീസ്പൂണ് വലിയ ജീരകം പൊടിച്ചതാണ്. ഇപ്പോൾ ഇത്രയും മതി. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് അതിൻ്റെ റോസ് സ്മെല്ല് മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ചെറിയ തീയിലിട്ടിട്ട് വഴറ്റിയെടുത്താൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോവും. പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ആ ഒരു ഒന്നിങ്ങോട്ട് ഒരു എന്താ പറയുക പേസ്റ്റ് രൂപത്തിലൊന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു മസാല. അപ്പോൾ വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതി, ഒരുപാടൊന്നും ചേർക്കേണ്ട. എന്നിട്ട് അത് ആ ഒരു വെള്ളമൊക്കെ ഇതിലൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് അതൊന്ന് തിക്കായിട്ട് വരുമല്ലോ, കുറച്ച് ചേർത്താൽ മതിയേ. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് തന്നെ തിക്കാവും, കുറച്ച് ചേർക്കുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ആവുന്ന വരെ ഒന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് നല്ല സോഫ്റ്റായിട്ട് മസാലയൊക്കെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് വെള്ളം ചേർത്തുകൊണ്ട് തന്നെ. അപ്പോൾ ഇത്രയും മതി. ഇനി ഈ ഒരു മസാല നമുക്കൊരു ഭാഗത്തേക്ക് അങ്ങ് മാറ്റി വെക്കാം. പിന്നെ നമ്മൾ പൊട്ടിച്ചൊഴിച്ച് വെച്ചിട്ടുള്ള മുട്ടയുണ്ടല്ലോ, ആ മുട്ട ഈ ഒരു ഭാഗത്തേക്ക്, ഈ സ്പേസ് ഇട്ട ഭാഗത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് നമ്മുടെ എരിവിനനുസരിച്ച് കുറച്ച് കുരുമുളക് പൊടി അതിൻ്റെ മുകളിലായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വളരെ കുറച്ച് മാത്രം ഉപ്പും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് ചിക്കി പരത്തി കൊടുക്കാം. ഇങ്ങനെ സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. ഈ ഒരു മുട്ട മാത്രം ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. മസാലയിലേക്ക് കൂടാതെ മുട്ട മാത്രം ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് സ്ക്രാമ്പിൾ ചെയ്തതിന് ശേഷം നമുക്ക് മസാലയിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുക. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ചിക്കി പരത്തിയതിന് ശേഷം അത് നന്നായിട്ടൊന്ന് കുക്കായതിന് ശേഷം മസാലയും ഇതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇടയിലായിട്ട് മുട്ടയും മസാലയും കൂടെ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമുക്കതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർക്കുക. അത് സ്കിപ്പ് ചെയ്യാതെ തന്നെ ചേർക്കട്ടെ, നല്ല ടേസ്റ്റ് ആയിരിക്കും മല്ലിയില കൂടെ. മല്ലിയിലയുടെ ഫ്ലേവർ കൂടെ വരുന്ന സമയത്ത്
എന്നിട്ട് അതിലേക്ക് നമ്മുടെ ബ്രെഡ് സ്ലൈസസ് ഉണ്ടല്ലോ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ചെറിയ തീയിലിട്ട് കൊടുത്താൽ മതി. ബ്രെഡിലൊക്കെ മസാല പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ചാൽ മതി. ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അപ്പോൾ ഒന്നുകൂടെ ആ ഒരു ബ്രെഡൊക്കെ ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 2 മിനിറ്റിന് ശേഷം വീണ്ടും തുറന്നെടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, നമ്മുടെ കിടിലൻ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞങ്ങളിത് ഡിന്നറിന് കേട്ടോ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബ്രെഡ് എഗ് മസാലയാണ്. അപ്പോൾ ഇതിനൊരു പേരും ഞാൻ ഇട്ടിട്ടുണ്ട്, ബ്രെഡ് എഗ് മസാല. അപ്പോൾ ഇത് നമുക്ക് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.